അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. രക്തസാക്ഷികൾ ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി കൊതിക്കുന്നു അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്. തമന്നി അൽ മുജാഹിദി ഐ യർജിഅ ഇലദ് ദുനിയ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആരും തിരിച്ച് ഈ ഭൂമിയിലേക്ക് വരാൻ ഒരിക്കലും ആഗ്രഹിക്കുകയില്ല. ഈ ഭൂമി മുഴുവനായി കൊടുത്താലും, അതായത് ഇപ്പോൾ സുലൈമാൻ നബി പോലെ, അതല്ലെങ്കിൽ ഈസാ നബി ലോകാവസാനത്തിൽ വന്നിട്ട് ലോകം മുഴുവൻ ഭരിക്കും. അതായത് ലോകം മുഴുവൻ ഭരിക്കുകയാണ് അവരൊക്കെ ചെയ്തത്. ഇതങ്ങനെയല്ല, ഈ ഭൂമി മുഴുവൻ നിൻ്റെയാണ്, നീ തിരിച്ചു പോക്കോ എന്ന് പറഞ്ഞാലും സ്വർഗത്തിൽ നിന്ന് വരില്ല. കാരണം സ്വർഗ്ഗം അതിലും വലുതാണ്. പിന്നെ അത് മാത്രമല്ല, ഭൂമിയിലുള്ള പരീക്ഷണങ്ങൾ ഭയങ്കരമാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആരും തിരിച്ചു വരാൻ ആഗ്രഹിക്കുകയില്ല. പക്ഷെ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, അവരാണ് രക്തസാക്ഷികൾ. കാരണം അവർക്ക് രക്തസാക്ഷിത്വത്തിൻ്റെ മഹത്വം മനസ്സിലായി കഴിയുമ്പോൾ തിരിച്ചു വന്ന് വീണ്ടും രക്തസാക്ഷിയായി, അങ്ങനെ 10 പ്രാവശ്യം രക്തസാക്ഷിയായി തിരിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കണം എന്നാഗ്രഹിക്കും. അതായത് ഒരു ഗർവ് കാണിക്കാനും പിന്നെ മാത്രമല്ല ഒരുപാട് നേട്ടങ്ങളുണ്ട് അത് മുഴുവൻ കിട്ടാൻ വേണ്ടിയിട്ടും. അതായത് 10 പ്രാവശ്യം രക്തസാക്ഷി ആവണം എന്നുവരെ ആഗ്രഹിക്കും എന്നാണ് പറയുന്നത് ആളുകൾ. കാരണം അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന ആദരവും മഹത്വവും സ്ഥാനമാനങ്ങളും ഒക്കെ അത്ര വലുതാണ്. സമയത്തു അനസ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മാ അഹദുൻ യദ്ഖുലുൽ ജന്നത യുഹിബ്ബു അൻ യർജിഅ ഇല ദുനിയ വലഹു മാ അലൽ അർദി മിൻ ഷൈഇൻ ഇല്ല ഷഹീദു യതമന്ന അൻ യർജിഅ ഇല ദുനിയ ഫയുഖതല 10 മറാത്തിൻ ലിമാ യറ മിനൽ കറാമത്തി. സ്വർഗം വാളുകളുടെ വായ്ത്തലയുടെ കീഴിലാകുന്നു. അതായത് വാളിൻ്റെ അടിയിലാണ് സ്വർഗം. അതായത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നത്. അൽ ജന്നത്തു തഹ്ത ബാരിഖത്തി സുയൂഫി. മുഗീറ ബിൻ ശുഅബ വിശദീകരിക്കുന്നു, ഞങ്ങളുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ഞങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള ഒരു സന്ദേശമായിട്ട് പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ, അതായത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, ആ കൊല്ലപ്പെട്ടവർ സ്വർഗത്തിൽ പോകുന്നതായിരിക്കും. ഉമർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അപ്പോൾ നമ്മളുടെ കൂട്ടത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തതുകൊണ്ട് കൊല്ലപ്പെട്ട ആളുകൾ സ്വർഗത്തിൽ പോവുകയില്ലേ? അതുപോലെ തന്നെ അൽ മുശ്രിക്കൂൻ, അതായത് ബഹുദൈവാരാധകരായ ആളുകൾ നമ്മളോട് യുദ്ധം ചെയ്ത് മരിച്ചാൽ അവർ നരകത്തിൽ പോവുകയില്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. وقال المغيرة ابن شعبة أخبرنا نبينا صلى الله عليه وسلم عن رسالة ربنا من قتل منا صار إلى الجنة. وقال عمر للنبي صلى الله عليه وسلم أليس قتلانا في الجنة وقتلاهم في النار؟ قال بلى. അബ്ദുല്ലാഹിബ്നു അബി ഔഫ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, അറിഞ്ഞുകൊള്ളുക, സ്വർഗം നിങ്ങളുടെ വാളുകളുടെ താഴെയാകുന്നു, അല്ലെങ്കിൽ വാളുകളുടെ നിഴലിൻ്റെ താഴെയാകുന്നു. അതായത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിലൂടെയാണ് സ്വർഗം നേടാൻ കഴിയുക. ഖാല കതബ ഇലൈഹി അബ്ദുല്ലാഹിബ്നു അബി ഔഫ റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലമു അന്നൽ ജന്നത തഹ്ത ളിലാലി സുയൂഫ്. ആരെങ്കിലും ഒരാൾ ഒരു ആൺകുട്ടി ഉണ്ടായാൽ അവനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിട്ടുകൊള്ളാം, അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ വിട്ടുകൊള്ളാം എന്ന് നേർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്. മൻ ത്വലബൽ വലദ ലിൽ ജിഹാദി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഒരിക്കൽ സുലൈമാൻ അലൈഹിസ്സലാം, പ്രവാചകനാണ്, ദാവൂദിൻ്റെ മകനായ സുലൈമാൻ അലൈഹിസ്സലാത്തു പറഞ്ഞു, അള്ളാഹു ആണ്, ഇന്ന് രാത്രി ഞാൻ എൻ്റെ 100 അല്ലെങ്കിൽ 99 ഭാര്യമാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും. അവരിൽ ഓരോരുത്തരും ഓരോ പട്ടാളക്കാരനെ പ്രസവിക്കും. അതായത് ഒരു കമാൻഡോ എന്നൊക്കെ ഉള്ളൊരു രീതിയിലാണ് പറയുന്നത്. അവരെല്ലാവരും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യും. അങ്ങനെ ആ സമയമായപ്പോൾ, അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ, അദ്ദേഹത്തിൻ്റെ പങ്കാളി ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞു. അപ്പോൾ ഏതോ ഒരു ഭാര്യ മാത്രമേ ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞോളൂ. അതുകൊണ്ട് ആ ഭാര്യ മാത്രം ഗർഭിണിയായി. പക്ഷേ അത് പകുതി കുട്ടിയേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ആൺകുട്ടിയായിരുന്നു, പക്ഷേ അതിൻ്റെ പകുതിയേ ഉണ്ടായിരുന്നുള്ളൂ സുലൈമാൻ അലൈഹി ഇസ്ലാമിന് കുട്ടി ഉണ്ടായപ്പോൾ. ബാക്കി ഭാര്യമാർക്കൊന്നും കുട്ടി ഉണ്ടായിരുന്നില്ല. ആരുടെ കയ്യിലാണോ മുഹമ്മദിൻ്റെ ആത്മാവിരിക്കുന്നത് അവനാണേ സത്യം, അതായത് അള്ളാഹുവാണ് സത്യം. അദ്ദേഹം ഇൻഷാ അല്ലാ, അതായത് അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ
അവന് ആൺകുട്ടികൾ ഉണ്ടാവുമായിരുന്നു. എല്ലാവരും കമാൻഡോ അല്ലെങ്കിൽ മുതിർന്ന എണ്ണം പറഞ്ഞ പട്ടാളക്കാരാവുമായിരുന്നു. അവരെല്ലാവരും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ സുലൈമാൻ അലൈഹിസ്സലാം ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ മറന്നുപോയി. അതുകൊണ്ട് ഒറ്റ ഭാര്യമാരും ഗർഭിണിയായില്ല. ഒരു ഭാര്യ മാത്രം ഗർഭിണിയായി പ്രസവിച്ചപ്പോൾ പകുതി കുട്ടിയേ ഉണ്ടായിരുന്നുള്ളൂ. അത് അള്ളാഹുവിൽ നിന്നുള്ളൊരു പരീക്ഷണമാണ്. 6639 ഹദീസിൽ ഇത് ആവർത്തിക്കുന്നുണ്ട്. സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല സുലൈമാൻ ഇബ്നു ദാവൂദ അലൈഹി വസ്സലാമു ലിയതുഫന്ന الليلة على 100 امرأة أو 99 كلهن يأتي بفارس يجاهد في سبيل الله فقال له صاحبه قال إن شاء الله فلم يقل إن شاء الله فلم تحمل منهن إلا امرأة واحدة جاءت بشق رجل والذي نفس محمد بيده لو قال إن شاء الله لجاهدوا في سبيل الله فرسانا أجمعون. ഒന്ന്, ഇതൊരു പ്രവാചകൻ്റെ മോജിസത്താണ്. ഒറ്റ രാത്രി തന്നെ 100 അല്ലെങ്കിൽ 99 ഭാര്യമാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത്. അതുമാത്രമല്ല, അന്ന് ആ പ്രവാചകന് അല്ലെങ്കിൽ അന്നുള്ള പ്രവാചകന്മാർക്കൊക്കെ ഇത്ര ഭാര്യമാർ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ 4 എന്നുള്ളത് വന്നത് അല്ലെങ്കിൽ തിരിച്ചത്. യുദ്ധത്തിൽ ധൈര്യം കാണിക്കുന്നത് അല്ലെങ്കിൽ ധീരത പ്രകടിപ്പിക്കുന്നത്, അതല്ലെങ്കിൽ യുദ്ധത്തിനോട് പേടി കാണിക്കുന്നത്. അശ്ശജാഅത്തി ഫിൽ ഹർബി വൽ ജുബ്നി. അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു ഏറ്റവും നല്ലത്, ഏറ്റവും ബെസ്റ്റ് ആള്, ഏറ്റവും നല്ല ആള്, ഏറ്റവും ധൈര്യമുള്ള ആളും ഏറ്റവും വിശാലമനസ്കനായ ആളും ആയിരുന്നു. മദീനയിൽ ആരോ ഒരാൾ പേടിച്ചു ഒരിക്കൽ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുതിരപ്പുറത്ത് ഓടിച്ച് പോയി അവരുടെയൊക്കെ മുമ്പിൽ പോയി. എന്നിട്ട് പറഞ്ഞു, ഈ കുതിരയെ ഞാൻ പെട്ടെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. ഒരു പേടിയില്ലാത്ത ആളായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു അൻഹു ഖാല കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനൻ നാസി വഅശ്ജഅൻ നാസി വഅജ്വദൻ നാസി വലഖദ് ഫസിയ അഹ്ലുൽ മദീനതി ഫകാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം സബഖഹും അലാ ഫറസിൻ വഖാല വജദ്നാഹു ബഹ്റൻ. മുഹമ്മദ് ബിൻ ജുബൈർ വിശദീകരിക്കുന്നു, ജുബൈർ ബിൻ മുതഇം എന്നോട് പറഞ്ഞു, അദ്ദേഹം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആയിരുന്നപ്പോൾ ഹുനൈനിൽ നിന്ന് ആളുകളോടൊപ്പം തിരിച്ചു വരുന്ന വഴിയാണ്, അതായത് പട്ടാളക്കാരും ഒക്കെ ആയിട്ട് യുദ്ധം കഴിഞ്ഞിട്ട്. അതിൽ കുറച്ച് ആളുകളുണ്ടായിരുന്നു, നാട്ടുപുറത്തുകാരായ അറബികൾ. അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവരോട് എന്തൊക്കെയോ ചോദിച്ച് കാല് പിടിച്ച് പറയുന്ന പോലത്തെ എന്തോ ഒരു അവസ്ഥ റസൂലിനോട്. അങ്ങനെ അവർ അവസാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു മുള്ളുള്ള മരത്തിൻ്റെ താഴെ നിർത്തി, അല്ലെങ്കിൽ നിൽക്കേണ്ടി വന്നു. സമൂറ എന്നാണ് അതിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ തുണി അല്ലെങ്കിൽ ഉടുപ്പ്, മേത്തുള്ള പുതപ്പോ അല്ലെങ്കിൽ അതുപോലത്തെ ചട്ട പോലത്തെ എന്തെങ്കിലും ഒരു ഉടുപ്പ്, അത് അവർ വലിച്ചു പറിച്ചെടുത്തുകൊണ്ട് പോയി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഉടുപ്പ് തിരിച്ചു തരൂ. ഈ മരത്തിലെ മുള്ളു പോലെ എനിക്ക് ഒട്ടകങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അത് നിങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുമായിരുന്നു. നിങ്ങൾ എന്നെ ഒരു പിശുക്കനോ അല്ലെങ്കിൽ ഒരു നുണയനോ അതല്ലെങ്കിൽ ഭീരുവോ ആയി കാണുകയില്ല. അപ്പോൾ അത് ഉണ്ടെങ്കിൽ ഞാൻ തന്നേനെ, എൻ്റെ അടുത്ത് ഈ ഒരു ഉടുപ്പ് മാത്രമേ ഉള്ളൂ, അത് കൊണ്ടുപോലെയെന്ന്. ആളുകൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉടുപ്പ് മേടിച്ച് വയ്ക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അതിന് ബർക്കത്തുണ്ട് എന്നുള്ളൊരു രീതിയിൽ റസൂലിട്ട ഉടുപ്പ് എനിക്ക് താട്ടെ. പലരും അത് അവർ മരിക്കുമ്പോൾ അത് കഫൻ ചെയ്യാൻ ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മരിക്കുകയും അങ്ങനെ മരിച്ചപ്പോൾ അത് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലത്തെ എന്തെങ്കിലും ഒരു സംഭവം ആവാനാണ് വഴി. അന്ന മുഹമ്മദ ഇബ്നു ജുബൈറിൻ ഖാല അഖ്ബർനി ജുബൈർ ഇബ്നു മുതഇം അന്നഹു ബൈനമാ ഹുവ യസീറു മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാഅഹുൻ നാസു മഖ്ഫലഹു മിൻ ഹുനൈനിൻ ഫഅലിഖത്തിൻ നാസു യസ്അലൂനഹു ഹത്തൽ തറൂഹു ഇലാ സമൂറത്തിൻ ഫഖതിഫത് റിദാഅഹു فوقف النبي صلى الله عليه وسلم فقال أعطوني ردائي لو كان لي عده هذه الله نعم لقسمت بينكم ثم لا تجدوني بخيلا ولا كذوبا ولا جبانا. ഭീരുത്വം അല്ലെങ്കിൽ ഭയം, അതിൽ നിന്ന് അള്ളാഹുവിനോട് സഹായം തേടുന്നത് മാ യുതാവ്വദു മിനൽ ജുബ്നി. അംർ ഇബ്നു മൈമൂൻ അൽ ഔദി വിശദീകരിക്കുന്നു, സഅദ് അദ്ദേഹത്തിൻ്റെ മക്കളെ ഈ പറയുന്ന വാചകം പഠിപ്പിക്കാറുണ്ടായിരുന്നു. അധ്യാപകന്മാർ കുട്ടികളെ അല്ലെങ്കിൽ അവരുടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന പോലെ, എഴുതാനൊക്കെ പഠിപ്പിക്കുന്നത് പോലെ. എന്നിട്ട് പറയുമായിരുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്ന് എല്ലാ നമസ്കാരങ്ങളിലും ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലെങ്കിൽ അള്ളാഹുവേ, ഞാൻ നിന്നോട് സഹായം ചോദിക്കുന്നു ഭയത്തിൽ നിന്ന് അല്ലെങ്കിൽ പേടി ഉണ്ടാകുന്നതിൽ നിന്ന്. നിന്നോട് വീണ്ടും ഞാൻ സഹായം ചോദിക്കുന്നു ഭയങ്കര വയസ്സായി അവശതയാവുന്നതിൽ നിന്ന്. നിന്നോട് ഞാൻ സഹായം ചോദിക്കുന്നു അല്ലെങ്കിൽ അഭയം ചോദിക്കുന്നു
നിൻ്റെ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ബാധകളിൽ നിന്ന്, രോഗങ്ങൾ അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും ആവാം, ഈ ലോകങ്ങളിലെ പരീക്ഷണങ്ങളിൽ നിന്ന് എന്നെ കാത്തോളണേ എന്ന്. ഞാൻ നിന്നോട് സഹായം ചോദിക്കുന്നു ഖബറിലെ അദാബിൽ നിന്ന്, ശിക്ഷകളിൽ നിന്ന്. അപ്പോൾ ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നമസ്കാരത്തിലും ഈ ദുആ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഭയത്തിനെതിരെ ദുആ ചെയ്യാവുന്നതാണ്, നിസ്കാരത്തിൽ ദുആ ചെയ്യാവുന്നതാണ്. സമയത്തു അംറ ഇബ്ന മൈമൂനിൽ ഔദിയ ഖാല കാന സഅദുൻ യുഅല്ലിമു ബനീഹി ഹഉലാഇൽ കലിമാതി കമാ യുഅല്ലിമുൽ മുഅല്ലിമുൽ ഗിൽമാന അൽ കിതാബത്ത് ويقول إن رسول الله صلى الله عليه وسلم كان يتعوذ منهن دبر الصلاة اللهم إني أعوذ بك من الجبن وأعوذ بك أن أرد إلى أرذل العمر وأعوذ بك من فتنة الدنيا وأعوذ بك من عذاب القبر. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആവർത്തിച്ച് ദുആ ചെയ്യാറുണ്ടായിരുന്നു, അല്ലേ അല്ലാഹുവേ ഞാൻ നിന്നോട് സഹായം ചോദിക്കുന്നു, അല്ലെങ്കിൽ അഭയം ചോദിക്കുന്നു എൻ്റെ കഴിവില്ലായ്മയെ കൊണ്ട്, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയെ കൊണ്ട് ഞാൻ ചോദിക്കുന്നു, അതങ്ങനെ ഒരു അവസ്ഥ വരുത്തല്ലേ, മടി വരുത്തല്ലേ, ഭീരുത്വം തരല്ലേ, അല്ലെങ്കിൽ അതുകൊണ്ട് പരീക്ഷിക്കല്ലേ, അതിഭയങ്കരമായ വാർദ്ധക്യം കൊണ്ട് പരീക്ഷിക്കല്ലേ. ഞാൻ നിന്നോട് സഹായം ചോദിക്കുന്നു പരീക്ഷണങ്ങളിൽ നിന്നും, അതായത് ജീവിതത്തിലുള്ള മാരകമായ പരീക്ഷണങ്ങളെ കൊണ്ടും മരണത്തിലുള്ള അല്ലെങ്കിൽ മരണസമയത്തുള്ള അതിഭയങ്കരമായ പരീക്ഷണങ്ങളെ കൊണ്ടും നിന്നോട് സഹായം ചോദിക്കുന്നു. ഞാൻ നിന്നോട് വീണ്ടും സഹായം ചോദിക്കുന്നു ഖബറിലെ ശിക്ഷകളെ കൊണ്ട്. സമയത്തു അനസ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസലി വൽ ജുബ്നി വൽ ഹറാമി വഅഊദു ബിക മിൻ ഫിത്നത്തിൽ മഹ്യ വമമാതി വഅഊദു ബിക മിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാതി വഅഊദു ബിക മിൻ അദാബിൽ ഖബർ. ഇത് നമ്മുടെ നമസ്കാരത്തിലെ അവസാനത്തെ ദുആയാണ് ഈ പറയുന്നത്. ആരെങ്കിലും ഒരാൾ യുദ്ധത്തിൽ അയാൾ നേരിട്ട് കണ്ടത് വിശദീകരിച്ചാൽ, മൻ ഹദ്ദസ ബി മശാഹിദിഹി ഫിൽ ഹർബി. അസ്സായിബ് ഇബ്നു യസീദ് വിശദീകരിക്കുന്നു, ഞാൻ ത്വൽഹ ഇബ്നു ഉബൈദില്ലായോടും സഅദിനോടും അൽ മിഖ്ദാദ് ബിൻ അൽ അസ്വദിനോടും അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോടും റളിയല്ലാഹു അൻഹും ഇവരോടൊക്കെ ഒപ്പം ആയിരുന്നു. പക്ഷേ അവരൊന്നും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഒരു ഹദീസും അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങളോ വിശദീകരിക്കുന്നത് ഞാൻ കേട്ടില്ല. പക്ഷേ ത്വൽഹ ഉഹുദ് യുദ്ധത്തിൻ്റെ അന്നേ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ കാര്യമായി അല്ലെങ്കിൽ ആ യുദ്ധത്തിനെ പറ്റി വിശദീകരിക്കുന്നുണ്ടായിരുന്നു. സായിബ് ഇബ്നു യസീദ ഖാല സ്വഹിബ്തു ത്വൽഹത ഇബ്നു ഉബൈദില്ലാഹി വസഅദ വൽ മിഖ്ദാദ് ബിൻ അൽ അസ്വദ വഅബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹും ഖാല സമഅതു അഹദൻ മിൻഹും യുഹദ്ദിസു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ ഇന്നി സമഅതു ത്വൽഹത യുഹദ്ദിസു അൻ യൗമി ഉഹദ്. അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ യുദ്ധത്തിന് പോകേണ്ടുന്നതിൻ്റെ ആവശ്യം അല്ലെങ്കിൽ അത്യാവശ്യം അല്ലെങ്കിൽ നിർബന്ധമാണത്, ചെയ്യൽ ബാധ്യതയാണ്. അങ്ങനെ ഒരു വിളി ഉണ്ടായാൽ എന്തൊക്കെ തരം ജിഹാദ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലുള്ള വിശുദ്ധ യുദ്ധങ്ങൾ ആണ് നിർബന്ധം, എന്തൊക്കെ ഉദ്ദേശങ്ങളാണ് നിർബന്ധം. വുജൂബിൻ നഫീരി വമാ യജിബു മിനൽ ജിഹാദി വന്നിയ്യത്തി. അള്ളാഹു അസ്സവജലിൻ്റെ വചനം നിങ്ങൾ മുമ്പോട്ട് പോവുക അല്ലെങ്കിൽ മാർച്ച് ചെയ്യുക എന്ന് പറയുന്നു. പട്ടാളക്കാർ ചെയ്യുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ വളരെ കനമില്ലാത്തവരാണെങ്കിലും, കനമില്ലായ്മ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ചെറുപ്പം, ആരോഗ്യം, സമ്പത്ത്, ഇതൊക്കെ ഉള്ളവരെയാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര കനമുള്ളവരാണെങ്കിൽ പോലും, കനം ഉള്ളവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രോഗി, വയസ്സന്മാർ, പാവപ്പെട്ടവർ, ഇവരോടെല്ലാം കൂടെ ഉള്ളൊരു ഉത്തരവാണ് നിങ്ങൾ മുന്നോട്ട് പോവുക, എന്നിട്ട് കഷ്ടപ്പെടുക, എന്നിട്ട് ഭയങ്കരമായി കഷ്ടപ്പെടുക നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും നിങ്ങളുടെ ജീവിതം കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ. അതാകുന്നു നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ. പെട്ടെന്നുള്ള എന്തെങ്കിലും നേട്ടം ആയിരുന്നുവെങ്കിൽ, അതായത് യുദ്ധം മുതൽ കിട്ടും അല്ലെങ്കിൽ യുദ്ധം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കോടിക്കണക്കിന് രൂപയോ ലക്ഷക്കണക്കിന് രൂപയൊക്കെ കിട്ടും എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമായ ഒരു യാത്രയായിരുന്നുവെങ്കിലും അവർ നിന്നെ പിന്തുടരുമായിരുന്നു അല്ലെങ്കിൽ നിന്നോടൊപ്പം വരുമായിരുന്നു. പക്ഷേ ദൂരം കൂടുതലാണ്. അപ്പോൾ ഈ സംസാരിക്കുന്നത് തബൂക്ക് യുദ്ധത്തിനെ പറ്റിയിട്ടാണ്. അപ്പോൾ യാത്രാ ദൂരം കൂടുതലാണ്, അവർക്കത് ഭയങ്കര ദൂരമായി തോന്നി. അവർ അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു, ഞങ്ങൾക്ക് പറ്റിയിരുന്നുവെങ്കിൽ അള്ളാഹുവാണ്, ഞങ്ങൾ നിങ്ങളോടൊപ്പം മുമ്പോട്ട് വരുമായിരുന്നു. അവർ അവരെ തന്നെയും നശിപ്പിച്ചു,
അവർ നുണയന്മാരാണ് എന്ന് അള്ളാഹു അറിയുന്നു. 9-ാമത്തെ സൂറത്ത് 41-42 ആയത്തുകൾ. വീണ്ടും അള്ളാഹുവിൻ്റെ വചനം, അല്ലയോ വിശ്വാസികളെ, എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ കാര്യം? നിങ്ങളോട് മുമ്പോട്ട് വരാൻ അല്ലെങ്കിൽ പട്ടാളക്കാരായി കടന്നു വരാൻ ആവശ്യപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ സമ്പത്തിനെ കെട്ടിപ്പിടിച്ച് കൊണ്ട് ഇരിക്കുന്നു, അല്ലെങ്കിൽ അതിനെ അധികമായി കെട്ടിപ്പിടിക്കുന്നു, അള്ളിപ്പിടിക്കുന്നു. നിങ്ങൾ ഈ ലോകത്തിലെ ജീവിതത്തിൽ സംതൃപ്തരാണോ പരലോകത്തെ ജീവിതത്തിനേക്കാളും? ആയത്ത് അങ്ങനെ തുടരുന്നു. അവൻ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ളവനാകുന്നു. 9-ാമത്തെ സൂറത്ത് 38-39 ആയത്തുകൾ. വഖൗലില്ലാഹി അസ്സ വജല്ല أنفروا خفافا وثقالا وجاهدوا بأموالكم وأنفسكم في سبيل الله ذلكم خير لكم إن كنتم تعلمون لو كان عرضا قريبا وسفرا قاصدا لاتبعوك ولكن بعدت عليهم الشقة وسيحلفون بالله لو استطعنا لخرجنا معكم يهلكون أنفسكم والله يعلم إنهم لكاذبون. التوبة 41-42. وقوله تعالى يا أيها الذين آمنوا ما لكم إذا قيل لكم انفروا في سبيل الله اثاقلتم إلى الأرض أرضيتم بالحياة الدنيا من الآخرة فما متاع الحياة الدنيا في الآخرة إلى قوله على كل شيء قدير. التوبة 38-39. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.